ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അവന്തിക വിജയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ അർച്ചന അവന്തികയുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഓട്ടോ സ്റ്റാർട്ട് ആവാതെ വരുന്നത്. കുറച്ചു കഴിഞ്ഞ് ആ ഓട്ടോ സ്റ്റാർട്ട് ആവുന്നു. ഇതേ സമയം അവന്തിക വിജയെ കുറെ ഉപദ്രവിച്ചിരുന്നു. ഒടുവിൽ വിജയ് നിവർത്തി കെട്ട് ആ ഫയലിനെ പറ്റി പറയുന്നുണ്ട്. അവന്തികയുടെ ആൾക്കാര് വീട് മൊത്തം മരിച്ചു പെറുക്കിയതിനു ശേഷം ആ ഫയൽ കണ്ടെത്തുന്നു. അത് അവന്തിക പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ വേറെന്തെങ്കിലും കയ്യിലുണ്ടോ? നമ്മൾ അവസാനം കണ്ടപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ അത്? ഇനി നമ്മൾ കാണുന്നതിൻ്റെ അന്ന് നിന്റെ മരണമാണെന്ന് അവന്തിക ആ കാര്യം പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് വിജയ്. നീ ആരോടും പഴയ കഥകൾ പറഞ്ഞു പോവില്ല എന്ന് നീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് വിശ്വസിച്ചിരുന്നു. എന്നാൽ നീ വാക്ക് പാലിച്ചില്ല. എന്നാൽ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിച്ചല്ലേ പറ്റൂ. നീ നിന്റെ ഭാര്യയെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ വിജയ് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് അവന്തികയോട്. അന്ന് ക്ഷമിച്ചതുപോലെ എന്നോട് ഒരു തവണയും കൂടി ക്ഷമിക്കണം പ്ലീസ്. അതിന് അന്ന് ഞാൻ നിന്നോട് ക്ഷമിച്ചെന്ന് ആരാ പറഞ്ഞത്? നിന്റെ ഭാര്യ അപകടം പറ്റി മരിച്ചു എന്നല്ലേ നിനക്കറിയാവുന്നത്? നടു റോഡിൽ അന്ന് അവളെ ഇടിച്ച് തെറിപ്പിച്ച കാറ് എന്റേതാണെന്ന് അവന്തിക പറഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടി അമ്പരപ്പോടെ ഇരിക്കുകയാണ് വിജയ്. അത് ഓടിച്ചിരുന്നത് ഈ അവന്തികയും. മറ്റാരെക്കാളും എന്നെക്കുറിച്ച് കൂടുതൽ അറിയാം നിനക്ക്. നീ എന്തിനാ ഭാര്യയെ നിർത്തി ചെക്ക് വെച്ചത്? പാവം എത്ര വർഷം കൂടി ജീവിക്കേണ്ടതായിരുന്നു. എന്നാൽ കരഞ്ഞുകൊണ്ട് വിജയ് പറയുന്നുണ്ട്, എന്തിനാ ആ പാവത്തിനെ? എന്നിട്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടിയത്? പാവം എൻ്റെ പ്രമീണ എന്ന് പറഞ്ഞ് വിജയ് കരയുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാനിറങ്ങിയാൽ പിന്നെ നമ്മൾക്ക് ജീവിക്കാനുള്ള അർഹതയില്ല മാനേജറെ. ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേഗം വരുന്ന ഒരു തീരുമാനം അതാണ്. വിജയ് വീണ്ടും കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ട്, മേഡം പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അറിയാലോ, എനിക്ക് 2 പെൺമക്കളാണുള്ളത്. എനിക്ക് എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ അവർക്ക് ആരുമില്ല. അവന്തിക പറയുന്നു, തന്തയും തള്ളയും ഇല്ലാണ്ട് വളർന്നു വരുന്ന പെൺകുട്ടികളുടെ സാഹചര്യം മറ്റാരെക്കാളും എനിക്കറിയാം. അതാണ് ഞാൻ ഇത്രയും ക്ഷമിച്ചത്. നീ പേടിക്കണ്ട. അവരെ 2 പേരെയും നെല്ലിശ്ശേരി കമ്പനിയുടെ ചെലവിൽ ഞാൻ പഠിച്ച് രക്ഷപ്പെടുത്തിക്കോളാം. നിന്റെ ഭാര്യയെ കൊന്നതിനും ഇപ്പോഴേ നിന്നെ കൊല്ലാൻ പോകുന്നതിന്റെ പാപത്തിനും ആ പുണ്യപ്രവൃത്തി ബാലൻസ് ആയിക്കോളും. കൊന്ന പാവം തിന്നാ തീരുവെന്നാ. നിന്റെ മക്കൾക്കൊരു ജീവിതം കൊടുത്ത് ആ പാപം ഞാൻ അങ്ങ് വീട്ടിക്കോളാം. അർച്ചന വീണ്ടും ഇവിടെ വന്ന് നിന്നെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇതുപോലെ നീ വീണ്ടും എന്തെങ്കിലും ചെയ്യും. എല്ലാവർക്കും രക്ഷകനായി നിനക്ക് അവതരിക്കണമെന്ന് തോന്നും. ഇനി അങ്ങനെ തോന്നെടുത്താണ് അവന്തികയുടെ പരാജയം. വലിയ വലിയ അവസരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടും. പ്രത്യേകിച്ചും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള അവസരം. ഈശ്വരനായിട്ട് തന്ന ആ ഭാഗ്യാവസരം നീ നല്ല ഭംഗിയായിട്ട് ദുർവിനിയോഗം ചെയ്തോ. ഇനി നിനക്ക് ജീവിക്കാനുള്ള അർഹതയില്ല മാനേജറെ. ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിന്റെ കോടതിയിലായാലും അവന്തികയുടെ കോടതിയിലായാലും ചതിക്ക് ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ. അങ്ങനെ അവന്തിക കൈ നീട്ടിയപ്പോൾ ഗുണ്ടകളിൽ ഒരാൾ ഒരു കത്തി അവന്തികയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ബാക്കിയുള്ളവരെല്ലാം വിജയെ പിടിച്ചമർത്തി വെക്കുന്നുണ്ട്. മരണവെപ്രാളം കൊണ്ട് കരയുകയാണ് അദ്ദേഹം. നോ മേഡം, വേണ്ട വേണ്ട എന്നൊക്കെ ഒരുപാട് തവണ പറയുന്നുണ്ടെങ്കിലും അവന്തിക വിടാൻ തയ്യാറാവുന്നില്ല. അയാളുടെ പള്ളയ്ക്ക് തന്നെ അവന്തിക കത്തി കയറ്റി. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം കത്തി കയറ്റി. കത്തിയിൽ നിന്ന് വരുന്ന ബ്ലഡ് കയ്യിലേക്ക് എടുത്തിട്ട് അതിലൊരു സുഖം കാണുകയാണ് അവന്തിക. ഇതേ സമയം അർച്ചന ഓട്ടോയിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവന്തിക കാറിലേക്ക് കയറി. അവന്തിക പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അർച്ചന ഓട്ടോയിൽ അവിടെ വന്നിറങ്ങി. ഓട്ടോക്കാരനോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അർച്ചന വളരെ പെട്ടെന്ന് തന്നെ വീട്ടിനകത്തേക്ക് കയറി പോകുന്നു. അവിടെയൊക്കെ അലങ്കോലമായി കിടക്കുന്നത് കണ്ടപ്പോഴേ അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി. ഹലോ ചേട്ടാ എന്നൊക്കെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. വീട് തുറന്നു കിടക്കുന്നു. ബെല്ലടിച്ചിട്ടും ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ അർച്ചന വീട്ടിനകത്തേക്ക് കയറിപ്പോയി. വീട്ടിലെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു. തറയിൽ നോക്കിയപ്പോൾ കുറെ ബ്ലഡ് കിടക്കുന്നതും കാണുന്നുണ്ട്. വീൽ ചെയർ താഴെ നശിപ്പിച്ചിട്ടിരിക്കുന്നു. എന്നാൽ വിജയ് അവിടെ കാണുന്നില്ല. അത് കണ്ടതും ഞെട്ടലോടെ അർച്ചന പറയുന്നുണ്ട്, ഈശ്വര അവന്തിക എടുത്തിയെന്ന്. ആ വിജയിനെ ഇത്രയും പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് അവന്തിക വീട്ടിലെത്തിയിരിക്കുന്നു. ഫോൺ വിളിച്ചിരിക്കുകയാണ്. ഫോണിലൂടെ അവന്തിക പറയുന്നുണ്ട്, ഇനി വെച്ച് താമസിക്കേണ്ട. നേരം വെളുക്കുന്നതിന് മുമ്പ് ബോഡി മറവ് ചെയ്തിരിക്കണം. അത്രയും ബുദ്ധിമുട്ടണമെന്നില്ല. ആ സേവിയറിന്റെ ശവക്കല്ലറയില്ലേ, അത് രാത്രി ഒന്ന് ഇളക്കി മാറ്റിയിട്ട് വിജയെ സേവിയറിന്റെ കൂടെ കിടത്തി കല്ലറ മൂടിയേക്ക്. ദാറ്റ്സ് ഓൾ. ഇതേ സമയം അർച്ചന വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവന്തികയുടെ അടുത്തേക്ക് വന്നു. അവന്തിക തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അർച്ചന. ഒന്നും അറിയാത്ത ഭാഗത്തിൽ അവന്തിക വീട്ടിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒന്ന് നിന്നേ എന്ന്. അവന്തിക എവിടെ നിന്നോ? ഒരു ചോദ്യം ഒരു ഉത്തരം. ആ മാനേജർ വിജയെ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാനാകാതെ ടെൻഷനോടെ അവന്തിക നിൽക്കുന്നു. ഏത് മാനേജർ? ഏത് വിജയ്? ഓ, നമ്മുടെ കമ്പനിയിലുണ്ടായിരുന്ന പൈസ തട്ടിപ്പുകാരനെ കുറിച്ചാണോ അർച്ചന ചോദിച്ചത്?
അയാളെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. ഇപ്പോൾ എന്താ അങ്ങനെ ചോദിക്കാൻ അർച്ചന? അയാളെ കണ്ടിരുന്നോ? എന്നാൽ അർച്ചന പറയുന്നുണ്ട്, ഇന്ന് കണ്ടിരുന്നു, ഇനി കാണുമെന്ന് എനിക്ക് വിശ്വാസമില്ല. നിങ്ങളെന്തിനാ വിജയുടെ വീട്ടിൽ പോയത്? അവന്തിക പറയുന്നു, ആര് പോയെന്ന്? ഞാനോ? അർച്ചന വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ കണ്ട കാര്യമായി ഈ പറയുന്നതെന്ന്. അവന്തിക പറയുന്നു, എന്നാൽ ഞാൻ ചെയ്യാത്ത കാര്യമായി ഈ പറയുന്നത്. ഞാൻ ആരെയും കാണാൻ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നിങ്ങൾ ഈ പറയുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. അവന്തിക അത് കേട്ടിട്ട് പറയുന്നുണ്ട്, അർച്ചന പ്ലീസ്, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. കുറച്ച് ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും പറഞ്ഞ് ജയിക്കാൻ വേണ്ടി ഇത് ഞാൻ സമ്മതിച്ചു തന്നേനെ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. മറ്റാർക്കും ഒരു ശല്യമാവരുത് എന്ന് കരുതി ഒതുങ്ങിക്കൂടുന്ന എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അർച്ചന പറഞ്ഞ ഈ മാനേജറെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവാമായിരുന്നോ? അയാളുടെ കാലിന് എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ അന്നുണ്ടായ സംഭവം അർച്ചന പറയുന്നു. അറിയാം, ഞാനും എൻ്റെ ആൾക്കാരും ചേർന്ന് തല്ലിയതാണ്. അതെൻ്റെ പഴയ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം. അതിനും കൂടിയാണ് ഞാൻ ഈശ്വരനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് അവന്തികയുടെ ഭൂതകാലത്തെ പറ്റി ഒരു സംസാരം വേണ്ട. അർച്ചന പറയുന്നു, മാനേജർ വിജയുടെ മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങളാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നല്ല പിള്ള ചമയുമ്പോഴും അവന്തിക പഴയ അവന്തിക തന്നെയാണെന്ന് എനിക്ക് നല്ലതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ എടുത്തണിഞ്ഞിരിക്കുന്ന ഈ ചെന്നായുടെ ആട്ടം തോലിട്ട വേഷം വെപ്പിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയാൽ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. എന്താ അങ്ങനെയല്ലേ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അവന്തിക ടെൻഷനോടെ നിൽക്കുന്നു. അന്ന് സന്ധ്യയോട് ഈ വാചകമായിരുന്നു അവന്തിക പറഞ്ഞിരുന്നത്. ഇതുപോലെയാണ് മാനേജറിനോടും പറഞ്ഞത്. ആ മാനേജർ വിജയ് എന്ത് ചെയ്തു എന്നുള്ള അതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് കാരണങ്ങളില്ലാത്ത ഒരു ഞെട്ടൽ നിങ്ങളുടെ മുഖത്തുണ്ട്. ആ ഞെട്ടലിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമാണെങ്കിൽ അവന്തിക കമ്പിയടി എണ്ണാൻ കാത്തിരുന്നോ? അഥവാ അവസാനം നിങ്ങൾക്ക് ജയിൽ ജീവിതം നഷ്ടമാവുമെന്ന് തോന്നിയാൽ ആ അവസരം ഞാൻ ചോദിച്ചു വാങ്ങിക്കും. എൻ്റെ ഭർത്താവിനും വീട്ടുകാർക്കും സ്വൈര്യമായി ജീവിക്കാൻ വേണ്ടി ഇനി ആരെങ്കിലും കൊല്ലാനാണ് വിധിയെങ്കിൽ അതും ഞാൻ ചെയ്യും. എൻ്റെ സച്ചേട്ടൻ വേണ്ടിയാവുമ്പോൾ ഞാൻ സന്തോഷത്തോടെ അത് ചെയ്യും. നിങ്ങളുടെ വാക്ക് കടമെടുത്ത് ഞാൻ പറയാം, നിന്നെ ഞാൻ കൊല്ലും. അതിന് ഇനി എന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ അതങ്ങ് സഹിച്ചു. മാനേജറെ കാണാതായതിന് പിന്നിൽ നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യമാണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം എന്നും അർച്ചന പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് നടന്ന കാര്യം മൊത്തം സന്ധ്യയോട് പറയുകയാണ് അർച്ചന. കേട്ട ശേഷം സന്ധ്യ പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വേണ്ട, എല്ലാം വിധിയല്ലേ. അർച്ചന പറയുന്നു, അല്ല ഡോക്ടറെ, ഞാൻ ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതുപോലെ ആയില്ലേ? ഞാൻ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നോ? ഇങ്ങനെ വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ എന്ന് സന്ധ്യ. ഞാൻ കരുതണമായിരുന്നു. ഞാനിപ്പോൾ ആ വീട്ടിൽ നിന്നാണ് വരുന്നത്. വിജയുടെ കരഞ്ഞു തളർന്ന മക്കളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വിജയ് ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും അവർക്ക് ആർക്കും അറിയില്ല. സന്ധ്യ പറയുന്നു, അതാണ് പ്രശ്നം. അവന്തിക അയാളെ കൊന്നോ അതോ തട്ടിക്കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുന്നതാണോ എന്നറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും എടുത്തുചാട്ടം നടത്തിയാൽ അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അത് വലിയ ആപത്തായിരിക്കും. ഈ പറയുന്നതൊന്നും അല്ലാണ്ട് ഒന്നിനും തെളിവില്ലല്ലോ. തെളിവുണ്ടെങ്കിലോ എന്ന് അർച്ചന എന്ന് പറഞ്ഞ് ഒരു ഡയറി അർച്ചന സന്ധ്യ ഏൽപ്പിക്കുന്നു. ഒരു മനുഷ്യായുസിൽ ചെയ്യേണ്ട തെറ്റുകളെല്ലാം നെല്ലിശ്ശേരിയിലെ അവന്തികയോടൊപ്പം ചേർന്ന് അയാൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അർച്ചന അയാൾ എഴുതിയ അയാളുടെ വിജയുടെ ഡയറി സന്ധ്യയെ ഏൽപ്പിക്കുന്നുണ്ട്. സന്ധ്യ ആ ഡയറി വായിച്ചു നോക്കുന്നു. അയാൾക്കറിയാമായിരുന്നു ഇനി ഒരു തവണയും കൂടി അയാൾക്ക് നേരെ അവന്തിക വിരൽ ചൂണ്ടിയാൽ അയാളുടെ ജീവൻ അവന്തിക എടുക്കുമെന്ന്. ആ ഡയറിയിൽ എഴുതിരുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുത്തരവാദി അവന്തിക തന്നെയാണ്. ഇത് എൻ്റെ മരണമൊഴിയായി എടുത്ത് നടപടിയെടുക്കണം. അർച്ചന പറയുന്നു, വിജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് നെല്ലിശ്ശേരിയിലെ ആൾക്കാരെ ഏൽപ്പിക്കാനായിട്ട് മക്കളെ ഏൽപ്പിച്ചതാണ് വിജയ്. സന്ധ്യ പറയുന്നു, ഇനിയൊന്നും ആലോചിക്കാനില്ല അർച്ചന, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡയറി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. എന്നാൽ അർച്ചന പറയുന്നു, ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ആ സിയെ ഇവിടെ ഉള്ളിടത്തോളം കാലം അവന്തികയ്ക്ക് എതിരെ എന്ത് നടപടിക്ക് ഇറങ്ങിയാലും നമ്മൾ പരാജിതരാവത്തേ ഉള്ളൂ. എങ്കിൽ നമുക്ക് ആ സിയയ്ക്ക് മുകളിൽ ആളുണ്ടോ എന്ന് നോക്കണ്ടേ എന്ന് സന്ധ്യ. വിജയ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു മിസ്സിംഗ് കേസ് മാത്രമേ ആവൂ ഇത്. അത് അന്വേഷിക്കുന്നതും ഈ CI തന്നെയാവും. പിന്നെ പറയണ്ടല്ലോ, ഈ ഡയറി അടക്കമുള്ള തെളിവുകൾ അയാൾ നശിപ്പിക്കും. അയാൾ കാണാതായതിൻ്റെ അന്ന് ഞാൻ അവിടെ പോയതിൻ്റെ തെളിവുകൾ അവരുണ്ടാക്കിയിട്ട് വാദി പ്രതിയായി പിന്നെ എന്നെ കുരുക്കും അവർ എന്നർച്ചന. അവന്തികയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അവന്തിക നെല്ലിശ്ശേരിയിലുണ്ടാവാൻ പാടില്ല. ഒരിക്കൽ എല്ലാം അച്ഛനോട് പറയാൻ തുന്നിയിറങ്ങിയതുപോലെ ഒരിക്കലും കൂടി ഇറങ്ങണം. സന്ധ്യ പറയുന്നു, എങ്കിൽ അർച്ചന ഇപ്പോൾ തന്നെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയും സമയം കൊടുത്താൽ അവൾ ഏതൊക്കെ രീതിയിൽ മുതലെടുക്കുമെന്ന് എനിക്കറിയില്ല. അർച്ചന പറയുന്നു, ഇപ്പോൾ ഞാൻ പോകുന്നത് അച്ഛൻ്റെ അടുത്തേക്കാണ്. എനിക്കെല്ലാം പറയണം. അവന്തികയ്ക്കുള്ള ആദ്യ ശിക്ഷ നെല്ലിശ്ശേരിയിൽ നിന്നാവട്ടെ, എന്നിട്ട് മതി നിയമം കൊടുക്കുന്ന ശിക്ഷ.
അങ്ങനെയുള്ള മിസ്സിംഗ് കേസുകളിലോ അല്ലാതെ ഒരു ചെറിയ കേസിലോ അല്ല അവന്തികയ്ക്കുള്ള ശിക്ഷ നടപ്പിലാക്കേണ്ടത്. ചെയ്ത് കൂട്ടിയതിനെല്ലാം കൂടി ഒരുമിച്ചാണ്. എപ്പോഴത്തെയും പോലെ ഈ പ്രാവശ്യം രക്ഷപ്പെടില്ല. രണ്ടിലൊന്നറിഞ്ഞിട്ട് ഇനി കാണാം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ് മീര. പോകുമ്പോൾ എന്തൊക്കെയോ ചില സാധനങ്ങളൊക്കെ അമ്മ എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. പോകാൻ തുടങ്ങിയപ്പോൾ അനൂപ് പറയുന്നുണ്ട്, നീ നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ അവന്തികയ്ക്കുണ്ട് ഒരു നന്ദി പറഞ്ഞേക്ക് പൈസ തന്ന് സഹായിച്ചതിന്. എന്നാൽ മീര പറയുന്നുണ്ട്, ഞാൻ നന്ദിയൊക്കെ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എന്ന്. ആ പൈസയുടെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കണം എന്ന് മാഷ്. ഞാനും അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. ഇവളുടെ കാര്യമൊന്നും നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം തീർക്കാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് വേഗം കൊടുത്തു തീർക്കണം എന്നും മാഷ് പറയുന്നുണ്ട്. എന്ത് ചെയ്തിട്ട്? രൂപ 9 ലക്ഷം രൂപയാണ്. ഈ 9 ലക്ഷത്തിന് എത്ര പൂജയുണ്ടെന്ന് അമ്മയ്ക്കറിയോ? എത്ര പൂജയുണ്ടെങ്കിലും അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. പറ്റും, അവരാരും അതിനെപ്പറ്റി ഇങ്ങോട്ട് ചോദിക്കുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് കയറി പറഞ്ഞ് അവരെക്കുറിച്ച് അതിനെ ഓർമ്മിപ്പിച്ച് അവരെങ്ങാനും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാൻ പോണ്ട. എന്നെങ്കിലും ഓർക്കുമ്പോൾ തിരികെ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് മീര. ശേഷം കാണിക്കുന്നത് അർച്ചന വീട്ടിലേക്ക് പോകുമായിരുന്നു കാറിൽ. ആ സമയം വണ്ടി തടഞ്ഞുകൊണ്ട് അവന്തിക മുന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് പിടിച്ചു. അവന്തിക വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറി വണ്ടിയിലിരിക്കുന്ന അർച്ചനയെ ഒന്ന് നോക്കുന്നുണ്ട്. ചെറിയ ടെൻഷനോടെ അർച്ചന അവന്തികയും നോക്കുന്നു. വരാനിരിക്കുന്ന പൂർവ്വപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.